ഫുൾ ഓൺ കൊടുക്കാം. ഇതും ഫുൾ ഓൺ. ഇത് 2019 VDI ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. 70-75 ഉറുപ്പിന്റെ ഇറക്കാം. ഫുൾ ഓണും വേണമെങ്കിൽ കൊടുക്കാം. ഫുൾ ഓണും കൊടുക്കാം. അപ്പൊ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. കിലോമീറ്റർ 9300 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വെറും 9300 ഫുൾ ഓൺ തന്നെ കൊടുക്കാം. അതും കിഡ്ലം വാഹനം ഡീസലാണ് അല്ലെ. 5-6 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യാം. നല്ല വണ്ടി. ഇത് ഒരു 20-22 ഒക്കെ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. സോ നമുക്ക് ഡെയിലി യൂസിന് നോക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് ടൊയോട്ട അർബൻ ക്രൂയിസർ അല്ലേ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2021 വണ്ടി. കമ്പനി വാറണ്ടി നിലവിലുണ്ടോ? കമ്പനി വാറണ്ടി പുറമെ നമ്മളെ വാറണ്ടി ഉണ്ട് അല്ലേ. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് വീണ്ടും നല്ലൊരു കിഡിലൻ ഓഫർ വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഫുൾ ഓൺ നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 1 രൂപ പോലും മുടക്കാതെ നല്ല അടിപൊളി SUV-കളും സെഡാനുകളും നല്ല ഡീസൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി പാർട്ടാണ്. അപ്പൊ നാസർക്ക, ഇന്നത്തെ ഒരു പ്രത്യേകത നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്ന പോലെ അല്ല. ഇന്നത്തെ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു യൂസ്ഡ് കാർ നിങ്ങൾ പുതിയ വണ്ടി എടുക്കുന്ന പോലെ നമുക്ക് വാറണ്ടിയിൽ കൊണ്ടുപോകാം. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് പോരി. നമുക്കിവിടെ വാറണ്ടിയിൽ ഒരു പുതിയ വാഹനം എടുക്കുന്ന പോലെ ടെൻഷനൊന്നും ഇല്ലാതെ ഒരു യൂസ്ഡ് കാർ നമുക്ക് സ്കൈവേ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് നാസർക്ക നമുക്ക് അതിന്റെ പരിപാടികളൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ? അതായത് 2017 മുതലുള്ള വണ്ടിക്ക് നമ്മൾ 1 വർഷം വാറണ്ടി, അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ, ഒരു വർഷത്തിനുള്ളിൽ 20,000 കിലോമീറ്റർ വാറണ്ടി, ആ രൂപത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാ വണ്ടികൾക്കും നമുക്ക് ഈ ഒരു വാറണ്ടിക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്? അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. അത് 2ാമത്തെ വർഷമാണ് ആക്സിഡന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കാശ് കസ്റ്റമർ തന്നാൽ നമ്മൾ ചെയ്യാം. ഏകദേശം എത്ര രൂപയ്ക്ക് നമുക്ക് കാണേണ്ടി വരും ഒരു മിനിമം? കൂടുതലും 10,000 രൂപ അതൊക്കെ മതി ഒരു വർഷത്തിന്. അപ്പൊ ആദ്യത്തെ ഒരു വർഷം നമ്മൾ ഫുള്ള് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്. നിങ്ങൾ നോക്കിക്കോളി, നല്ല കളക്ഷൻസ് ഉണ്ട്. എത്ര വണ്ടികൾ നമുക്ക് ഫുൾ ഓണിലുണ്ട് നാസർക്കാം? ഇവിടെ ഒരു 6 വണ്ടി ഫുൾ ഓണിൽ ചെയ്യാം. ഫുൾ ഓൺ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കൂട്ടോ. കസ്റ്റമർ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണോ. ചില ആൾക്കാർ വിളിച്ചിട്ട് നികുതി ഷീറ്റ് വരെ ഇല്ലാത്ത ആൾക്കാരെ വിളിക്കുന്നത്. അപ്പൊ അതൊക്കെ പേപ്പേഴ്സ് മിനിമം ഒരു പേപ്പർ നമുക്ക് എന്തായാലും വേണം. എന്തായാലും ആ ഒരു എലിജിബിലിറ്റി, നല്ല സ്റ്റേറ്റ്മെന്റ് വേണം ബാങ്ക്, പിന്നെ ലാൻഡ് ടാക്സിന്റെ കോപ്പി വേണം. അതായത് നമുക്ക് വണ്ടിക്ക് മൈനസ് ഉണ്ടായിട്ടല്ല, നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് വാറണ്ടിയുള്ള വാഹനങ്ങളാണ്. നല്ല 7 സീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനങ്ങളുണ്ട്. ഹോണ്ടന്റെ വണ്ടികൾ സിറ്റി അത്യാവശ്യം വരുന്നുണ്ട്, ജാസ് വരുന്നുണ്ട്. സിറ്റി 2 ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്. ജാസ് ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്. അമേസ് ഡീസൽ, പെട്രോൾ ഉണ്ട്. ഒക്കെ നമുക്ക് 20, 22 ഒരു 18 മുമ്പുള്ള ശേഷമുള്ള വണ്ടികളാണ് അധികവും. അപ്പൊ നമുക്ക് വാറണ്ടിയിൽ നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ ഈ ഒരു സ്കൈവേന്റെ കറക്റ്റ് ലൊക്കേഷൻ ആദ്യമായിട്ട് കാണുന്ന പോലെ പോലും അവർക്കൊന്ന് പറഞ്ഞു. അതായത് കൊണ്ടോട്ടി വന്നിട്ട് മലപ്പുറം റോഡിന് വരുമ്പോൾ മുസ്ലിയാരങ്ങാടിയാണ് ഈ സ്ഥലം. ഇവിടെ ഈ നെയ്യാര പെട്രോൾ പമ്പ് ഓപ്പോസിറ്റ്. അതേപോലെ നിലമ്പൂര്, പാലക്കാട്, മഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് മുറയൂർ ഇങ്ങോട്ട് കഴിഞ്ഞ് ഈ നെയ്യാറിന്റെ പെട്രോൾ, ഈ ഒരു പെട്രോൾ പമ്പേ ഉള്ളൂ നെയ്യാർക്ക്. അപ്പൊ അത് നമ്മൾ മലപ്പുറം കൊണ്ടോട്ടിയിലാണ് എയർപോർട്ടിലേക്ക് പോകുന്ന അതേ റൂട്ടിൽ, അതായത് പാലക്കാട് കാലിക്ക് നാഷണൽ ഹൈവേയില്. അപ്പൊ നല്ല കളക്ഷൻസ് ഉണ്ട്. ഏകദേശം ഒരു 10-30ഓളം വാഹനങ്ങളുണ്ട് അല്ലെ. 30ഓളം വാഹനങ്ങളുണ്ട്. അതിൽ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വാഹനങ്ങൾ, നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ വാറണ്ടിയിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ വീഡിയോ മിസ്സാക്കേണ്ട, ഫുള്ള് കണ്ടോളി. അപ്പൊ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് അടക്കാം. അസക്ക, ഇനി നമ്മള് എല്ലാ വണ്ടികൾക്കും വാറണ്ടി ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? എല്ലാ വണ്ടിയും 2017 മുതലുള്ള 17 മുതലുള്ള എല്ലാ വണ്ടികൾക്കും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ നോക്കുന്ന SUV ആണ്. അപ്പൊ നമുക്ക് SUV അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെ നമ്മള് ഇതിന്റെ ഒരു ലെജൻഡ് എന്ന് പറഞ്ഞാൽ നമ്മള് ഫോക്സ്വാഗൻ തന്നെയാണ് അല്ലെ. സേഫ്റ്റിയുടെ കാര്യമായാലും പെർഫോമൻസിന്റെ കാര്യമായാലും. ടൈഗുൺ എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2021 മോഡല്. 22 ഡെലിവറി ഒക്കെ എടുത്ത വണ്ടിയാണ്. 2 മാസമാണ് ഡെലിവറി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 32,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് ഏറ്റവും ഫുള്ളിന്റെ തൊട്ട് താഴെയുള്ള. ഏറ്റവും ഫുള്ളിന്റെ താഴെയുള്ള. ഓക്കെ. ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം വരുന്നുണ്ട്. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ അല്ലേ. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല കിടുവാണ്. നമുക്ക് അറിയാം AC കാര്യങ്ങള്, അതേപോലെ ചാർജിങ് പോയിന്റ്സ് കാര്യങ്ങള്, അത് ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങള്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് ഇതില്. വോയിസ് കൺട്രോള് ഇല്ല. വോയിസ് മെയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ ചോദ്യം? എങ്ങനെയായിരുന്നു ഇതിന്? 1390 അല്ലേ. ഫ്രഷിന് നമുക്ക് ഏകദേശം എത്ര വരുന്നുണ്ട്? ഇപ്പൊ ഓഫറൊക്കെ കഴിച്ച് 18 വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു 30 സംതിങ് ഓടിന് നമുക്ക് ഏകദേശം ഒരു 5-6 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നല്ല വണ്ടി. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന് ഏകദേശം ഒരു 13 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നല്ല ട്രാക്കിന് നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു വാഹനം അല്ല. അടുത്ത തവണ നമുക്കൊരു നല്ലൊരു കിഡിലിന് ഹാച്ച് ബാഗ് ആണ്.
ഹോണ്ട ജാസ് അല്ലേ? ഇത് ഡീസലാ പെട്രോളാ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്കാ. പെട്രോൾ ഓട്ടോമാറ്റിക്. CVT ആണ് വരിക അല്ലേ? CVT. ലോ മെയിൻ്റെനൻസ് എന്ന് പറയാം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡല്, 80,000 ഓടി സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ? വി ഓപ്ഷന്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റി വാഹനം, ഗ്യാരണ്ടി കൊടുക്കാം. ഓ, ഇതിനൊക്കെ വാറണ്ടി ഉണ്ട്. അത്യാവശ്യം 80-90% ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? ഇതിനൊക്കെ 1 വർഷം വാറണ്ടി നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വാറണ്ടിയിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം. നമുക്ക് എത്ര ചോദിക്കുന്നത് ഇതിന്? ഇതിന് 675. 675 അല്ലേ? നമുക്ക് എല്ലാ പ്രൈസും അഡ്ജസ്റ്റബിൾ ആണല്ലോ? അതൊക്കെ എന്തായാലും ചെറിയ അഡ്ജസ്റ്റ് ഉണ്ടാവുമല്ലോ. എന്തായാലും ഉണ്ടാവും. അപ്പൊ ഏകദേശം എത്ര രൂപയ്ക്ക് ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക്? ഈ വണ്ടി ഒരു 6 ലക്ഷം റുപ്യ ലോൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് വിത്ത് വാറണ്ടിയില്, അതും സിംഗിൾ ഓൺഷിപ്പില്, ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി വാഹനം. അടുത്ത നമുക്ക് റെനോ ഡസ്റ്റർ ഇല്ല? ഇത് 110 85. മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? 18-20 ഒക്കെ ആയിട്ട് കിട്ടും എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇത് ഏതായിരുന്നു ഓപ്ഷൻ? ഇതിന് ടോപ്പ് ലോഡ് ആണോ? ഇത് RSS. ഓക്കെ, ടോപ്പിന്റെ തൊട്ട് താഴെ അല്ലേ? നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യിക്കാനില്ലല്ലോ? ഇല്ലല്ല, ഒന്നും വർക്കൊന്നുമില്ല. അതൊക്കെ വാറണ്ടി കൊടുക്കുന്ന വണ്ടിയാ. വാറണ്ടി കൊടുക്കുന്നതാണല്ലോ. അതേപോലെ നല്ല കിഡ്ലം ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇത് ഓൺഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? 750 ചോദിക്കും. 7 ലക്ഷം രൂപ അല്ലേ? നമുക്ക് ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ പറഞ്ഞത്? കിലോമീറ്റർ 75. നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം ഉണ്ട്. ഇതിനും വാറണ്ടി കൊടുക്കട്ടെ. ഇതിനും വാറണ്ടി ഉണ്ട് അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 75 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ 75 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് മൈലേജ് തന്നെയാണ് അല്ലേ? ഇത് മെയിൻ്റെനൻസ് വളരെ കുറവാണ് അല്ലേ? അടുത്താണ് നമുക്കുള്ള ജനപ്രിയ വാഹനം നമ്മുടെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് അല്ലേ? ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇത് 2018 മോഡല്. ZDI ഏറ്റവും ടോപ്പ് ലോഡ് ആണ് അല്ലേ? അതും നമുക്ക് ഡീസലാണ് വരുന്നത്. ഇതിന്റെ മൈലേജ് പറഞ്ഞാണ് നാസർക്ക്, ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞ മൈലേജ് തന്നെയാണ് അല്ലേ? ഇത് ഒരു 20-22 ഒക്കെ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. സോ നമുക്ക് ഡെയിലി യൂസിന് നോക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ്. നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. മൈലേജ് എന്നാലും ഏകദേശം ലോങ് ഡ്രൈവിൽ 22 വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. ഏറ്റവും ടോപ്പ് എൻഡ്. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 96,000 ഓടി. 96,000 കിലോമീറ്റർ അല്ലേ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്ര ഇതിന് ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്ന 660. 660. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 50 റുപ്യ ഇറക്കാം. 50 രൂപയ്ക്ക് സുഖമായിട്ട് ഇറക്കാം. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ. മൈലേജ് നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാം അല്ലെ? അടുത്താണോ നമുക്ക് ടയോട്ട അർബൻ ക്രൂയിസർ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 വണ്ടി. കമ്പനി വാറണ്ടി നിലവിലുണ്ടോ? കമ്പനി വാറണ്ടി പുറമെ നമ്മളെ വാറണ്ടി ഉണ്ട് അല്ലേ? ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 50,000 കിലോമീറ്റർ ഓടീന്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിള്, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് എത്ര ചോദിക്കുന്നത്? ഇത് 10-30. 10-30 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഒരു 75-80 ഒക്കെ വേണ്ടി വരും ഉണ്ടാവും. ഇതിന് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഇത് മൈലേജ് ഒരു 15 ആ റേഞ്ചിലല്ലേ? പിന്നെ അത്യാവശ്യം വലിയ വണ്ടിയാണ്, വണ്ടി പെട്രോൾ ആണ്. നമുക്ക് 20 ശേഷം പിന്നെ നമുക്ക് ഇത് ഇറങ്ങിയിട്ടില്ലല്ലോ അല്ലെ? ഡീസൽ ഇറങ്ങിയിട്ടില്ല. പിന്നെ ക്രൂസ് കൺട്രോള് കാര്യങ്ങൾ എല്ലാം വരുന്നത് ഇതിന്റെ ടോപ്പ് എൻഡ് ആണത്. ഏറ്റവും ടോപ്പ് എൻഡ് ക്രൂസ് കൺട്രോള് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ പ്രൊജക്ടർ ലാമ്പ് കാര്യങ്ങൾ അങ്ങനെ ഫുള്ളി കമ്പനി ഫിറ്റിംഗ്സ് വരുന്നൊരു കിടിലം വാഹനം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. അതുകൊണ്ട് ഫോർഡ് എക്കോസ്പോർട്ട്. ഇത് നാസർക്ക് ഡീസൽ അതോ പെട്രോളോ? ഡീസല്. മൈലേജ് ഒന്ന് പറഞ്ഞാൽ നിങ്ങള്? ഇത് മൈലേജ് ഒരു 18 എന്തായാലും കിട്ടും. നല്ല കിടിലം പെർഫോമൻസും ആണ് അല്ലെ? നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങള്, അതേപോലെ അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഇന്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ്, ടച്ച് സ്ക്രീന് കാര്യങ്ങൾ എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 ടൈറ്റാനിയം. 2018 ടൈറ്റാനിയം. 2019 ടൈറ്റാനിയം. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഫുൾ കമ്പനി സർവീസ്. ഒരു വർഷം നമുക്ക് വാറണ്ടി കൊടുക്കാം. ഒരു വർഷം നമുക്ക് വാറണ്ടിയിൽ എടുക്കാം അല്ലെ? ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ധൈര്യമായിട്ട് കൊണ്ടാൻ പറ്റുന്ന നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള ഡീസൽ വാഹനം. ചോദ്യം എങ്ങനെയായിരുന്നു? ഇതിന് പിന്നെ 8-10. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത്
നല്ല ട്രാക്ക് ഒക്കെ ഉള്ള ഒരു കസ്റ്റമറാണ് ഫുൾ ഓൺ ടു ഫുൾ ഓൺ തന്നെ കൊടുക്കാം. അതും കിഡ്ലം വാഹനം ഡീസലാണ് അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഇത് 1.10 ഓടി. 1.10 ഓടിക്കണം. ഫുൾ കമ്പനി ഹിസ്റ്ററി എല്ലാം പക്കയാണ്. അതുകൊണ്ടാണ് വാറണ്ടി കൊടുക്കുന്നത്. വാറണ്ടി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വാറണ്ടി കിട്ടുള്ളൂ. വാറണ്ടി കിട്ടുള്ളൂ അല്ലെ? അതാണ് നമ്മള് ഇത്. സോ നമുക്ക് ധൈര്യമായിട്ട് ടെൻഷൻ ഇല്ലാതെ വണ്ടി എടുക്കാം. ഇതിനൊക്കെ വേണമെങ്കിൽ 2 വർഷം കൊടുക്കാം. 2 വർഷം വരെ വാറണ്ടി കൊടുക്കാം. വാറണ്ടി കൊടുക്കാം. വർഷത്തെ വാറന്റിന്റെ പൈസ ഒരു തരേണ്ടി വരും. 1 വർഷം നമ്മൾ കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും അല്ലെ? യെസ്. അടുത്തതാണ് നല്ലൊരു കിഡ്ലം വാഹനം എലൈറ്റ് i20ന്റെ സെക്കൻഡ് ജനറേഷൻ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015. യെസ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 95,000 ഓടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പക്ഷെ ഇപ്പം അവരെന്നെ അവരുടെ പേർക്ക് മാറിയാട്ടോ. ഇതൊരു പ്രശ്നം. പിന്നെ അത്യാവശ്യം എല്ലാം ഫുള്ള് കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന വണ്ടി അല്ലേ? ആസ്റ്റയാണ് ഇത്. ആസ്റ്റത്തിന്റെ ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? അന്നത്തെ ഏറ്റവും ടോപ്പ്. നമുക്ക് പിന്നെ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിമും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. പെട്രോൾ ആണല്ലേ? പെട്രോള്. മൈലേജും നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? 14-15 ഒക്കെ ഉണ്ടാവുള്ളൂ പ്രതീക്ഷിക്കും. പക്ഷെ പൊതുവെ നമുക്ക് മെയിൻ്റെനൻസ് തീരെ ഉണ്ടാവില്ല. മെയിൻ്റെനൻസ് കാര്യമൊന്നും. നല്ല വണ്ടിയാണ്. ടയറൊക്കെ ഒക്കെ പുതിയതാണ്. ഓക്കെ. വണ്ടി ഫുൾ നീറ്റ് കണ്ടില്ലേ? നമുക്ക് ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ? ഇതിന് വാറണ്ടി ഉണ്ടാവില്ല. എന്നാലും നമ്മളൊരു വാറണ്ടി നമ്മൾ കൊടുക്കും. ധൈര്യമായിട്ട് നമുക്ക് 100% പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പരിഹാരം കാണും. ഓക്കെ. അപ്പൊ നമുക്ക് എത്ര ചോദിക്കുന്നത് ഇതിന്? 4.75. 4.75 അല്ലേ? നല്ലൊരു ബെസ്റ്റ് പ്രൈസ് അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഇതൊരു 50 ഉറുപ്പിക ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഉണ്ടാവും. ചെറിയൊരു പൈസ ഇറക്കണ പോലെ നല്ലൊരു ഫീച്ചറുള്ള ഏറ്റവും ടോപ്പിന്റെ വണ്ടി നമുക്ക് കൊണ്ടുപോകും ചെയ്യാലോ. മാരുതിയിലൊരു SUV നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയും പെർഫോമൻസും പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി എസ്-ക്രോസ് അല്ലെ? നെക്സയിൽ വരുന്ന ഒരു വാഹനമാണ്. നല്ല കിഡ്ലം ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനെ ഡീസലാണ് വരുന്നത് അല്ലേ? ഡീസൽ. സോ ഹൈബ്രിഡ് നല്ല മൈലേജും ഉണ്ടാവും, നല്ല പെർഫോമൻസും ഉണ്ടാവും. 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? സീറ്റ് ആണല്ലേ? യെസ്. ഇത് മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് മോഡല് 2018 മോഡല്. ഡീസൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 1 ലക്ഷം ഓടിന്. 1 ലക്ഷം. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞാണോ? മേജർ സർവീസ് ഇപ്പം എടുക്കണം. ഇനി ആഴ്ച ഉണ്ടാവുള്ളൂ. 1-20 വരെയൊക്കെ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ഈ ബോണറ്റ് മാറിയിട്ടുണ്ട്. കമ്പനി തന്നെയാണ് മാറിയത്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അല്ലെ? മറ്റ് പിന്നെ നമുക്ക് അബ്രോണിന് പ്രശ്നങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉള്ള വണ്ടിയാണ്. അപ്പൊ ധൈര്യമായിട്ട് എടുക്കാം അല്ലെ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ. എത്ര ചോദിക്കുന്നത്? ഇതിന് ചോദിക്കുന്നത് 8 ലക്ഷം. 8 ലക്ഷം റുപ്യ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ല. ഏകദേശം എത്ര രൂപയ്ക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി ഒരു 70-75 ഉറുപ്പിക ഇറക്കാം. സുഖമായിട്ട് നമുക്ക് ഇറക്കാം. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറഞ്ഞാൽ മെയിൻ്റെനൻസ് കുറവാണ്, നല്ല പെർഫോമൻസ്, ക്രൂസ് കൺട്രോള്, അതേപോലെ തന്നെ നമുക്ക് നല്ല ബോഡി വെയിറ്റും അത്യാവശ്യം വരുന്നൊരു വണ്ടിയാണ്. നല്ല സുഖമാണ് അല്ലെ? മൈലേജ് നോക്കുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു കിഡ്ലം വാഹനം അല്ലെ? വെലീന ഡീസൽ അല്ലെ? മൈലേജ് പറഞ്ഞാണ് യാസർക്ക 22 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. നമ്മള് സ്വിഫ്റ്റിന്റെ നേരത്തെ പറഞ്ഞ പോലെ അതേ ഒരു മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന വണ്ടി അല്ലെ? ഇത് ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സിംഗിള്. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങള്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി ഫുൾ കമ്പനി സർവീസ് ഒക്കെ അവൈലബിൾ ആണ് അല്ലെ? ഓട്ടം പറഞ്ഞത് നമ്മള് 74,000 ഓടി വണ്ടി അല്ലെ? അതും സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഓപ്ഷൻ ഏതായിരുന്നു? ഡെൽറ്റ. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, പിന്നെ വോളിയം കൺട്രോൾ ഒക്കെ ഉണ്ടാവും. എല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിയർ വൈപ്പർ കാര്യങ്ങള് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലെ? ടയർ ആണെങ്കിലും അത്യാവശ്യം ഉണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? 6.75. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഇതൊരു 6 ലക്ഷം റുപ്യ ലോൺ ചെയ്ത് 75 രൂപ ഇറക്കാം. അപ്പൊ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമ്മൾ ചിന്തിക്കുന്നത് മെയിൻ്റെനൻസ് കുറവ്, കൂടെ തന്നെ നല്ല മൈലേജ്. ലോങ്ങിൽ 22 എന്തായാലും കൺഫേം ആണ് അല്ലെ? അടുത്താണ് ഒരു കിഡ്ലം വാഹനം ടയോട്ട ഇന്നോവ ക്രിസ്റ്റ 2.8. അപ്പൊ നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക് ആയിരിക്കും അല്ലെ? ഓട്ടോമാറ്റിക്. അതും നമ്മൾ ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 9,300 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 9,300. അപ്പൊ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാൻ തന്നെയാണ് അല്ലെ? 9,300 ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒറിജിനൽ കേരള നല്ല കിഡ്ലം ഫാൻസി നമ്പർ 2.8 ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പ്. നമുക്ക് മോഡൽ പറഞ്ഞ 2016 മോഡല്. 16 മോഡല്. അപ്പൊ വണ്ടി തീരെ ഓടിയിട്ടില്ല. G4 ആട്ടോ. G4 അല്ലെ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും പറയാനില്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് 100% ഗ്യാരണ്ടിയിൽ എടുക്കാമല്ലോ. എത്ര ചോദ്യം? ഇതിന് 19,70. 19,70.
നമ്മള് മോഡൽ നോക്കുമ്പോ കുറച്ച് മോഡൽ നോക്കുമ്പോൾ വില കൂടുതലാണ്. വില കൂടുതലാണ്. പക്ഷെ ഈ 9,300 ആയതുകൊണ്ടായിരിക്കും ഇതിന് ഇത്ര റേറ്റ് വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ എന്തെങ്കിലും ചെയ്യാം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇതിനൊരു 16-17 ലക്ഷം റുപ്യന്റെ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. സെഡാൻ നോക്കണേ എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു വാഹനമാണ് അമേസ്. രണ്ടെണ്ണം കൂടെ വരുന്നുണ്ട് അല്ലേ? ഡീസലുണ്ട് പെട്രോളും ഉണ്ട്. ഒന്ന് നമുക്ക് മെയിൻ്റെനൻസ് കുറവാണ്, ഒന്ന് മൈലേജ് നോക്കുന്നവർക്കും. രണ്ടും മെയിൻ്റെനൻസ് പൊതുവെ കുറവാണ്, വളരെ കുറവാണ്. ഡീസലായാലും കുറവാണ് അല്ലെ? അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ ടാക്സിയിലൊക്കെ ആളുകൾ കാണുന്ന ഒരു വാഹനം കൂടിയാണ് അല്ലെ? എന്താ വെച്ചാല് നല്ല ഹൈലൈറ്റ് ആണ്, പ്രധാനമായിട്ടും മെയിൻ്റെനൻസ് കുറവ്, അതേപോലെ നല്ല മൈലേജ്. ഇതെങ്ങനെയായിരുന്നു നാസർക്ക ഡീറ്റെയിൽസ്? ഇത് 2021 മോഡൽ. 21 മോഡല്. കമ്പനി വാറന്റി ഉണ്ടോ? കമ്പനി വാറന്റി ഉണ്ട്. നിലവിൽ കമ്പനി വാറന്റി ഉണ്ട്, കൂടാതെ നമ്മുടെ 1 വർഷത്തെ വാറന്റി അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 32,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് അല്ലേ? ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ഫ്രണ്ടിലെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. കമ്പനി തന്നെയാണ് മാറിയത്. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വാറന്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മേജറായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലാണ് നമുക്ക് വാറന്റി കിട്ടുള്ളൂ. സോ നമുക്ക് വാറന്റിയിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം. ഇത് ഡീസൽ അത് പെട്രോളോ? പെട്രോള്. ഇതിന്റെ മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? 16 അല്ലേ? ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻസിലെ യാത്ര കംഫർട്ടാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമുക്ക് ഹോണ്ട എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് എടുക്കാം. നല്ല അടിപൊളി എഞ്ചിനാണ്. നമുക്ക് ഒരു ചെറുവാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുകൊടുക്കാം അല്ല? സി എൻ ജി ഒക്കെ കയറ്റണേ എന്തായാലും 20-25 ഒക്കെ നമുക്ക് എന്തായാലും ഒരു 10 കിലോമീറ്റർ കൂടി കൂടുതൽ മൈലേജ്. ഓക്കെ. ഏകദേശം നമുക്ക് എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് 6,15,000. 6,15. ഒരു ഹാച്ച് ബാക്കിന്റെ പൈസക്ക് നല്ലൊരു സെഡാൻ. ഫുൾ ലോണും വേണമെങ്കിൽ കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കാം. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 1 രൂപ പോലും മുടക്കാൻ പറ്റുന്നത് നമുക്ക് ഇറക്കാൻ പറ്റുന്ന, അത് 30 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. അടുത്താണ് നമ്മളെ പുതിയ മോഡൽ വാഗ്നർ. അല്ല, കിള്ളം കളറാണ് അല്ലെ? ഇത് റയർ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കളറാണ്. 64 ചാലക്കുടി രജിസ്ട്രേഷൻ അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങള്? ഇത് 2022 മോഡൽ. 22 VXI 1.2 ലിറ്റർ. 1.2 നമ്മൾ സ്വിഫ്റ്റിനൊക്കെ വരുന്ന സെയിം എഞ്ചിന് കാര്യങ്ങള്. അപ്പൊ നല്ല പെർഫോമൻസും ഉണ്ടാവും, അത്യാവശ്യം മൈലേജ് കാര്യങ്ങള്, ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങള്, അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലെ? സ്റ്റീറിംഗില് വോളിയം കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 20,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ? നമുക്ക് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇതിന്റെ എന്തോന്ന് ഗ്ലാസ് മാറിയിട്ടുണ്ട്. കമ്പനി തന്നെയാണ് മാറിയത്. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. നമുക്ക് വാറന്റി ഉണ്ട്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അല്ലെ? അപ്പൊ എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? 6,15. ഫ്രഷിന് ഏകദേശം ഇത് എത്ര വരുന്നുണ്ട്? എന്തായാലും ഒരു 8 സംതിങ് 9 ഒക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഒരു 1.5 ലക്ഷം എന്തായാലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 50 ഉറുപ്പിന്റെ 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. അടുത്താണ് ഒരു കിഡ്ലം വാഹനം, അതായത് ഒരു 7 സീറ്റർ അല്ലെ ആസിക? ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല സ്പേഷ്യസ് ആയ ഒരു 7 സീറ്റർ ആണ്. പിന്നെ കൂടെ തന്നെ നല്ല മൈലേജും കിട്ടും അല്ലെ? ഏകദേശം നമുക്ക് മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? ഇതൊരു 19-20 ഒക്കെ മൈലേജ്. 19-20 മൈലേജ് നമുക്ക് കിട്ടും. അതും നല്ല കിഡ്ലം നല്ല സ്പേസ് ഉള്ള ഒരു 7 സീറ്റർ ഹോണ്ടയുടെ മൊബിലിയോ. മെയിൻ്റെനൻസ് നമ്മൾ ഈ സിറ്റിയിലേക്ക് പറഞ്ഞ പോലെ തന്നെ കുറവേക്കും. നമ്മൾ ഈ ഹോണ്ടന്റെ വണ്ടി ഇഷ്ടംപോലെ കൊടുക്കുന്ന ഇവിടെ കണ്ട് നിങ്ങൾ എല്ലാ സാധനവും ഉണ്ട് ഹോണ്ടന്റെ. ഓക്കെ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഹോണ്ടന്റെ WR വിൻഡ് അതിന്റെ വീഡിയോ ഇന്നലെ വീഡിയോയില് WR വിൻഡ്, അതേപോലെ പിന്നെ BR വിൻഡ് ആവില്ല. പകരം ഈ സാധനം ഉള്ളൂ. നമുക്ക് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015. കിലോമീറ്റർ 1.30 ഓടിന്. ഓക്കെ. ഓണർഷിപ്പ് 3rd ആണ് കേട്ടോ. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും. എത്ര ഇതിന് നമുക്ക് വാറന്റി കൊടുക്കുന്നുണ്ടോ? ഇതിന് വാറന്റി ഉണ്ടാവും. ഒരു വാറന്റി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ 15 മുമ്പാണ് നമുക്ക് കൊടുക്കുന്നത്. 17 മുതൽ. എത്ര ചോദ്യം? ഇതിന് പിന്നെ 5-10. നമുക്ക് ചെറിയൊരു ഹാച്ച് ബാക്കിന്റെ പൈസക്ക് നല്ലൊരു അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന 7 സീറ്റർ. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇത് എന്തായാലും ഒരു 4 ലക്ഷം റുപ്യ 4,400 ലോൺ കിട്ടും. ഒരു റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ ഞാൻ അടുത്ത് തന്നെ ഹോണ്ടയുടെ അടുത്തൊരു വാഹനമാണ് ഹോണ്ടയുടെ അമേസ് തന്നെയാണ് വരുന്നത്. ഡീസലാണ്. മൈലേജ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. നമുക്ക് മൊബിലിയോ 7 സീറ്റർ ആയതുകൊണ്ട് ഒരു 20 ഒക്കെ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു 24 വരെയൊക്കെ പ്രതീക്ഷിക്കാം. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അലോയ്സ് ഒക്കെ വരുന്നുണ്ട് എല്ലാം പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ്, കോൾ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഒക്കെ വരുന്നത്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? 1.20. സെക്കൻഡ് ഓൺഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് ഇതിന് ഫ്രണ്ട് ഗ്ലാസ് ഇതിന്റെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. മറ്റേ
മേജറായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. വാറണ്ടി ഉണ്ടോ ഇതിന്? അതിന് വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട്. ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. നമുക്ക് ഏതായിരുന്നു മോഡൽ പറഞ്ഞത്? ഇത് 2019 മോഡല്. 19 മോഡല്. നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു? ഇതിന് 730. 730 അല്ലേ? നമുക്ക് ഏകദേശം എത്ര രൂപ? നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കസ്റ്റമർ ആണ്. ഫുൾ ലോൺ കൊടുക്കാം. ഇതും ഫുൾ ലോൺ. അപ്പൊ ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രണ്ട് അമേസ് അല്ലേ? അടുത്തതാണ് നമുക്കൊരു കിഡ്ലം വാഹനമാണ്. i20 ന്യൂ ജനറേഷൻ. ഇത് ഡീസൽ അതോ പെട്രോളോ? ഇത് ഡീസല്. മൈലേജ് പറഞ്ഞാണെങ്കിൽ മൈലേജ് 20 ഉണ്ടാവും. 20 എന്തായാലും ഉണ്ടാവും. നമുക്ക് എലൈറ്റിനെക്കാട്ടി ഒന്നുകൂടി സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? പിന്നെ i20 എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഫീച്ചർ ലോഡറാണ്. സോ നല്ല മൈലേജ്, നല്ല പെർഫോമൻസ്, നല്ല ഫീച്ചേഴ്സ്. എങ്ങനെയായിരുന്നു അലോയ്സ്? ടയറൊക്കെ പുതിയ ടയേഴ്സ് ആണ് വരുന്നത്. ടയറൊക്കെ 99% ടയർ ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2021 മോഡൽ. 21 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ പറഞ്ഞത്? കിലോമീറ്റർ 70 ഓടിന്. 70. ഫുൾ കമ്പനി സർവീസ് അല്ലേ? കമ്പനി സർവീസ്. കമ്പനി വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉണ്ട് അല്ലേ? ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങൾ ഒന്നുമില്ല. നമ്മൾ എത്ര ചോദിക്കുന്നത് ആസർക്ക് അതിന്? ഇതിന് 860. 860 അല്ലേ? ഏകദേശം നമുക്ക് ഒരു ഫ്രഷ് 10 അടുത്ത് വരില്ലേ? 10 മുകളിലുണ്ട്. 10 മുകളിൽ വരും. നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂല. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഇത് നല്ലൊരു കസ്റ്റമർക്ക് ഫുൾ ലോണിലാണ് കൊടുക്കാം. ഇതും ഫുൾ ലോൺ തന്നെ. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. ഓപ്ഷൻ സ്പോർട്സ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ ഉള്ളത്. അലയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. നല്ല മൈലേജും കിട്ടും, നല്ല പെർഫോമൻസും, നല്ല ഫീച്ചേഴ്സും വരാണ്ട് നമുക്ക്. 2021 ക്രെറ്റ ഉണ്ട്, ബ്ലാക്ക് എസ്എക്സ് ഓപ്ഷൻ. ഓക്കെ. നമ്മള് ന്യൂ ജനറൽ ഇപ്പൊ ഇറങ്ങിയത് തൊട്ട് മുമ്പുള്ള ഇപ്പത്തെ ഇറങ്ങിയത് ചെറിയ ഒരു വെന്യൂവിന്റെ മാതിരി ചുരുങ്ങി പോയില്ലേ സാധനം? അല്ല, ഇപ്പത്തെ വണ്ടി അതിനുള്ള ഇതുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. വിലയും കൂടിന്. എങ്ങനെ? വിലയും കൂടുതലുണ്ടാവും. പിന്നെ മറ്റത് എന്ന് വരും വണ്ടി. എത്ര ചോദ്യം? അത് പിന്നെ 17 അല്ല? നമുക്ക് ഏകദേശം പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന ഫുള്ള് എസ്എക്സ് ഓപ്ഷൻ, സീറ്റ് AC എല്ലാം ഉണ്ട് അല്ലേ? അതിൽ നമുക്ക് ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും? അതിന് ലോണ് ഒരു 1 ലക്ഷം 1.5 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ബ്ലാക്ക് കളർ വണ്ടി. ബ്ലാക്ക് വണ്ടി. അതാണ് റിഡ്സ് അല്ലേ? ഡീസൽ റിഡ്സ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 മോഡല്. 13 മോഡല്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 110 ഓടിന്. 110 അല്ലേ? ആക്സിഡന്റ് ക്ലൈം എന്തെങ്കിലും? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. എത്ര ചോദ്യം? ഇത് 320. 320 അല്ലേ? വീഡിയോ കേട്ടോ, ഡീസലാട്ടോ. ഡീസലാണ്. മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഇത് മൈലേജ് പിന്നെ 20 ഉണ്ടാവും. 20 മൈലേജ് പ്രതീക്ഷിക്കാം. AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ഒരു 2.5 ലക്ഷം റുപ്യ ലോൺ കിട്ടും. 1 രൂപക്ക് ഉണ്ടെങ്കിൽ അതിന് താഴെ വേണ്ടല്ലോ. ഒരു 70 രൂപക്കിടയിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ടാറ്റന്റെ പ്രീമിയം വണ്ടി അല്ലേ? ടാറ്റ ഹാരിയർ, പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഡോൾ ടൂണില് റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു നാസർക്ക് അതിന് മോഡല് കാര്യങ്ങളൊക്കെ? 2021 വണ്ടി. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 25,000 ഓടി. 25,000 കിലോമീറ്റർ അല്ലേ? സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ. ഓ, ഇതൊക്കെ നമുക്ക് കിഡ്ലനാണ്. പിന്നെ നമ്മൾ ഇത് പറയേണ്ടത് ഇതിന്റെ ടാറ്റന്റെ പ്രീമിയം വണ്ടിയാണല്ലോ അല്ലേ? ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. ഓക്കെ. പിന്നെ ഇത് ഡീസൽ മാത്രമാണല്ലോ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? ഡീസൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. എത്ര നമ്മളെ ചോദ്യം? ഇതിന് 17 അല്ലേ? ഫ്രഷിന് ഏകദേശം എത്ര വരുന്നുണ്ട്? 28 ഉണ്ടാവും അല്ലേ? ഏകദേശം ഒരു 10-11 ലക്ഷം റുപ്യ ഡിഫറൻസില് 25,000 കിലോമീറ്റർ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി, ടയർ കാര്യങ്ങളല്ലാണ്ട് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന് ലോണ് ഇത് 17 ലക്ഷം റുപ്യ ചോദിക്കണേ. നമുക്കൊരു 16 ലക്ഷം റുപ്യ ലോൺ ചെയ്യാം. 1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. അടുത്താണ് നമുക്ക് വീണ്ടും ഓണ്ടന്റെ വണ്ടി തന്നെയാണ്. സിറ്റി ബ്ലാക്ക് സിറ്റി അല്ലേ? ഇത് ഡീസൽ അതോ പെട്രോളോ? ഇത് ഡീസൽ. നമുക്ക് മൈലേജ് ഒക്കെ സെയിം തന്നെ അല്ലേ? 24 എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. 22. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? മോഡല് കാര്യങ്ങള് ഇത് 2015 മോഡല്. 2015. ഡീസലാണ്. പിന്നെ വേരിയന്റ് S ആണ്. AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ, വോളിയം കൺട്രോൾ ഒക്കെ ഉണ്ടാവും. കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വീന്റെ അലയൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്ര നമ്മളെ ചോദ്യം? 1,30,000 ഓടിന് ചോദിക്കണ. ഇത് 560. 560 അല്ലേ? ഒരു ഹാച്ച് ബാക്കിന്റെ പൈസ വരുന്നുള്ളൂ അല്ലേ? നമുക്ക് ഏകദേശം എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇതൊരു 5 ലക്ഷം റുപ്യ ലോൺ ചെയ്യാം. 5 ലക്ഷം. ചെറിയൊരു പൈസക്ക് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. 10-30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതുകൊണ്ട് വീണ്ടും നമുക്കൊരു ബലീന. നമ്മൾ നേരത്തെ ഒരു റെഡ് കിഡിലം സാധനം നമ്മൾ പരിചയപ്പെട്ടാണ്. ഇത് വൈറ്റ് ഇല്ല? ഇത് വൈറ്റ്. അഡീഷണൽ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല്. പെട്രോൾ ഡെൽറ്റ ആണ് ഓപ്ഷൻ.
സെയിം ഓപ്ഷന് മറ്റേ ഡീസൽ ഇത് പെട്രോൾ ആണ് അല്ലേ? ആ. ഇത് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടൂല? അതൊരു 18 വരെയൊക്കെ മൈലേജ് ഉണ്ടാവും. 18 വരെയൊക്കെ മൈലേജ് കിട്ടൂല. ആ. ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ല. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓട്ടം എങ്ങനെയായിരുന്നു? 80 ഓടിന്. ഫുൾ കമ്പനി സർവീസ് അല്ലേ? കമ്പനി സർവീസ്, വാറണ്ടി നമുക്ക് കൊടുക്കാം, 1 വർഷത്തെ ഒക്കെ കൊടുക്കാം. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇതിന് 560. 560. ഏകദേശം നമുക്ക് എത്ര വരെ ലോൺ ചെയ്യാം? ഒരു 520 ഒക്കെ ലോൺ ചെയ്യാം. 520 ഒക്കെ 10-40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ല? ഓൺഷിപ്പ് സിംഗിൾ അല്ല, ഓൺഷിപ്പ് തേർഡ് ആയിട്ടുണ്ട് അല്ലേ? ബാക്കി മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല. ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല. അടുത്താണ് വീണ്ടും നമുക്കൊരു ജാസ് അല്ലേ? നേരത്തെ നമുക്ക് CVT ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇതെങ്ങനെയായിരുന്നു? ഇത് ഡീസൽ മാനുവൽ. നമ്മൾ സിറ്റിക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൈലേജ് ഒക്കെ 22-23 ഒക്കെ മൈലേജ് കിട്ടും. നല്ല കിഡ്ലം ഫാൻസി നമ്പർ ബോസ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 മോഡൽ. കിലോമീറ്റർ 1 ലക്ഷം ഓടിന്. വേരിയന്റ് V ആണ്. പിന്നെ 5 വില ചോദിക്കുന്നത് 5.25 ചോദിക്കുന്നത്. 5.25 അല്ലേ? 5 ലക്ഷം രൂപ ലോൺ ചെയ്തു. 75 രൂപ ഉണ്ടെങ്കിൽ എന്റെ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുമല്ലോ അല്ലേ? 75 താഴെയുള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ അല്ല? ടയറൊക്കെ പക്കയാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം കമ്പനി അലോയ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വാറന്റി ഉണ്ട് ഇതിന്? ഇത് 16 ആയതുകൊണ്ട് വാറന്റി ഉണ്ടാവില്ല. ഇല്ല, പക്ഷെ നമുക്കൊരു വാറന്റി കൊടുത്തൂടെ? നമുക്കൊരു വാറന്റി എന്തായാലും നമ്മൾ കൊടുക്കുമ്പോൾ ഒരാൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണണ്ടേ. അതാണോ ഒരു ഡീസൽ ബ്രസ്സ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2019 VDI ഓട്ടോമാറ്റിക് ആണ്. VDI ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസലിന്റെ പെർഫോമൻസ് മൈലേജ് കിട്ടും, പ്ലസ് നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി കൂടിയാണ് അല്ലേ? സോ നമുക്ക് നല്ല കംഫർട്ടായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടി. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുണ്ട്. അതിനുള്ള വില ചോദിക്കണുള്ളൂ. 1,58,000 ഓടിന്. നമ്മൾ ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജും ഉണ്ടാവും, പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് കൂടി ആകുമ്പോൾ ആളുകൾ നല്ല അത്യാവശ്യം ഓടി മുതലായിട്ടുണ്ട് അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ആണ്. ഫുൾ കമ്പനി സർവീസാ. ഫുള്ള് നമുക്ക് അത്രയും ഗ്യാരണ്ടി കൊടുക്കാം. എത്ര നമ്മൾ ചോദിക്കുന്നത്? 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ അല്ല? നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് ഒരു 7-7.25 ചെയ്യാം. ഒരു 10-25 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ല? അതിനുള്ള വില ചോദിക്കണുള്ളൂ കേട്ടോ. 2019 ഓരോ ആൾക്കാർ വീഡിയോക്കൊക്കെ ചോദിക്കുന്നത് 9.5 ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലാറോ ഓട്ടം കൂടിയതുകൊണ്ടാണ് റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. അടുത്ത വീണ്ടും നമ്മൾ ഇത് വൈറ്റ് ആണ്. വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 മോഡല്. 18 മോഡല്. ഇതും നമുക്ക് ഡീസൽ തന്നെയാണ് വരുന്നത് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഹൈബ്രിഡ് പോലെ തന്നെ മൈലേജ് കാര്യങ്ങൾ. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 70,000 ഓടി. 70,000 കിലോമീറ്റർ. ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ആക്സിഡന്റ് ക്ലൈം ഒരു നോ ക്ലൈം ആണ്. ഒരു ബമ്പർ വരെ പെയിന്റ് അടിച്ചില്ല. അത്രയും നമുക്ക് ടച്ചപ്പ് കയറാത്ത വണ്ടി അറിയാലോ? നല്ല ഹൈ ക്വാളിറ്റി. നോ ക്ലൈം ഹിസ്റ്ററിയാ. അതേപോലെ ഹൈബ്രിഡ് ആണ്. സോ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടൂല. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? 8.65. 8.65 അല്ലേ? ലോൺ നമുക്ക് ഏകദേശം എത്ര? ലോണ് ഒരു 7.75 ചെയ്തു. ശരി. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ ഡീസൽ ഹൈബ്രിഡ് നല്ലൊരു കിള്ളം വാഹനം അല്ലേ? അടുത്തതാണ് വീണ്ടും ഒരു സിറ്റിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. നല്ല കിള്ളം നമ്പർ ഒക്കെയാണ്. അത്യാവശ്യം എല്ലാ നമ്പർ വണ്ടികളും നമ്മൾ നല്ല ഫാൻസി നമ്പേഴ്സ് നമ്പറാണ് വരുന്നുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 ഓട്ടോമാറ്റിക് ആണ് വണ്ടി. CVT അല്ലേ? അത് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? നമുക്ക് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.10 ഓടിയിട്ടുണ്ട്. വണ്ടി ഫുൾ, പിന്നെ നല്ല വണ്ടി കാണുമ്പോ നല്ല വണ്ടി, ഫുൾ നീറ്റ് വണ്ടി കണ്ടില്ലേ? ഒന്നും പറയാണ്ടാവില്ല ഒരാള് വന്ന് നോക്കിട്ട്. 1.10 ഓടിയിട്ടുണ്ട്. പെട്രോൾ ആട്ടോ ഇത്. CVT ആകുമ്പോ നമുക്ക് പെട്രോൾ ആണ് വരുന്നത്. ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലൈം കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ 4 പുതിയതാണ്. അലവിലൊക്കെ ഓണ്ടന്റെ തന്നെ വേറെ മോഡൽ മാറ്റിയതാണ്. ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല. നമ്മൾ എത്ര ചോദിക്കുന്നത്? 6.40. 6.40 അല്ലേ? നമുക്ക് ഏകദേശം ലോൺ എത്ര? 5.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 10-80 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. വീണ്ടും ടെസ്റ്റർ ഇത് 85 തന്നെയാണോ വരുന്നത്? 85 വൺ ടപ്പ് എടുക്കില്ല. അത് നമ്പർ നോക്കി 50-50 അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടി. 2018 മോഡലാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. എത്ര നമ്മൾ ചോദ്യം? ഇതിന് 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന് ലോൺ ഒരു 7 ലക്ഷം രൂപ ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. വാറണ്ടി കൊടുക്കാം. മൈലേജ് എന്തായാലും നമ്മൾ പറഞ്ഞ 18-20 ഒക്കെ എന്തായാലും കിട്ടും.
വീണ്ടും നമ്മളൊരു ക്രിസ്റ്റയാണ് അല്ലേ? ക്രിസ്റ്റ. എങ്ങനെയായിരുന്നു നാസിക മോഡൽ? 2018 മോഡൽ. ഓക്കെ. G4 മാനുവൽ ആണ്, റീവണ്ടി ആട്ടോ അത്. റീവണ്ടിയാണ് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,53,000 ഓടിന്. പക്ക കമ്പനി ഫുൾ സർവീസ് ഇട്ട് റീവണ്ടിയാണ്, നമുക്ക് കിലോമീറ്റർ ഗ്യാരണ്ടി വരെ കൊടുക്കാം, വാറണ്ടി കൊടുക്കാം. ഓക്കെ. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമ്മൾ എത്ര ചോദിക്കുന്നത് ഇതിന്? 16,25. 16,25. ഒരു 13.5 ലക്ഷം വരെ ലോണും ചെയ്യാം. ഒരു 2.5-3 ലക്ഷത്തിന്റെ താഴെ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. നമ്മളെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞാണ്. ലൊക്കേഷൻ നമ്മള് കൊണ്ടോട്ടി വന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോ മുസ്ലിയാരങ്ങാടിയാണ് ഇത് സ്ഥലം. പിന്നെ ഇവിടെ നെയ്യാര പെട്രോൾ പമ്പ് കാണാം നമ്മളെ നേരെ മുന്നിൽ, അതന്നെയാണ് നമ്മളെ ലൊക്കേഷൻ. അതേപോലെ അവിടുന്ന് നിലമ്പൂര്, പിന്നെ മഞ്ചേരി, പാലക്കാട് നിന്നൊക്കെ വരുമ്പോൾ മുറയൂര് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് മുസ്ലിയാരങ്ങാടി. ഈ പമ്പാണ് ഇവിടെ. ആ മറ്റേ വെള്ളാമ്പറം കഴിഞ്ഞാല് നെയ്യാര പെട്രോൾ പമ്പ് ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എന്ത് ചെയ്യാ, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ നയാര പമ്പാണ് നമ്മൾ ആ കാണുന്നത്. അപ്പൊ ആ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ സ്കൈവേ മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് നാസർക്ക സൈനിങ് ഓഫ്.